ലാസ്റ്റ് ചാൻസ് ആണിത്. ഞാൻ പറഞ്ഞ മാഡത്തിന് ചെയ്യാൻ പറ്റുമോ? അണ്ണാക്കി പിരിയോട്ടിയോട്ട് ഇങ്ങനെ ഇരുന്നോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാട്ടാ. കാണിച്ചു തരാം, ഞാൻ ശരിയാക്കി തരട്ടാ. ആ വിനോദ് സസ്പെൻഷനിലായതും വിവാഹം മുടങ്ങിയ കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോഴൊക്കെ അറിഞ്ഞല്ലോ, സന്തോഷമായില്ലേ? എനിക്കെന്താ സന്തോഷം? എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ഇവിടുത്തെ സിസ്റ്റം ശരിയായിരുന്നെങ്കിൽ ഇത് പോയപ്പോൾ എനിക്കല്ലേ പോയുള്ളൂ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. ആഹാ, നിങ്ങൾ പരിമിതി കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എന്താ ചെയ്യേണ്ടെന്നേ എനിക്കറിയാട്ടാ. അവളൊരു ഫുഡ് സേഫ്റ്റി ഓഫീസർ വന്നേക്കണം. എടാ നേരെ ചൊവ്വ പണിയടാ. ഓ സുരേഷ് നമുക്ക് ചായ കുടിക്കാം. നീ പറഞ്ഞാടാ ചായ കുടിക്കാൻ. പിന്നെ ഞാൻ ഇല്ലാതെ എങ്ങനെ പോകും? എടാ ഇതുകൊണ്ട് ഇട്ടിട്ട് പാടാ. അതൊക്കെ പിന്നെ ഇട്ടാ എന്തോന്നത് ഇത്? ഇന്നത്തെ പൈസ നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇന്നലത്തെ ഞാനല്ലേ കൊടുത്തത്. പിന്നെ കൊടുക്കാൻ മടിയെന്ത്? ഇന്നും കൂടെ ഞാൻ കൊടുക്കും. പിന്നെ നാളെ ചായ പത്രം കുടിച്ചാൽ പോരാ. പൊറോട്ട ഇറച്ചി കൂടി കഴിച്ചാൽ നാളെ മുതൽ നീ കൊടുക്കണം കേട്ടോ. മതി, താല്പര്യം. എൻ്റെ പേര് വിനോദ്. ടൗൺ പ്ലാനിംഗ് ബോർഡ് ഓഫീസിലാണ് ജോലി. മാവേലിക്കരയാണ് സ്വദേശം. അച്ഛൻ്റെ പേര് പ്രശാന്തൻ, അമ്മയുടെ പേര് ശാരിക. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും കണ്ടോളൂ. വിനോദിനോട് കളിക്കില്ലേ കേട്ടോ. CCTV. മതി, ഇത്രയും മതി. ഇപ്പൊ പൊട്ടിയത് തിരുവനന്തപുരം ഡിപ്പോയുടെ 4 വണ്ടിയുടെ ചില്ല് മാത്രമല്ല, പിന്നെ ഇതിനിടയിൽ നീ വേറെ പോയി പൊട്ടിച്ച ഗതാഗത വകുപ്പിന്റെ മൊത്തം ചില്ല. ഇനി പോലീസ് കേസെടുക്കും. പതുക്കെ അന്വേഷണം വരും. വരട്ടെ, പതുക്കെ അന്വേഷണം നിന്നിലോട്ട് വരും. അതും വരട്ടെ. അപ്പൊ നീ പറയുന്ന കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അവരും വരട്ടെ. ആ യാത്രയിലേക്കുള്ള തുടക്കമാണ് ഇത്. ഞാൻ എന്തിനും റെഡിയാണ്. എന്തിനും. ഞാൻ അത്രക്കില്ല. ഐ ആം റെഡി. കൂടെ ഉണ്ട് ഞാൻ. എന്നാൽ ഇത് ആരടാ ഇതിന്റെ ചില്ല് തീർത്തത്? ആർക്കറിയാം? വല്ല തേങ്ങ വല്ല വീണായിരിക്കൂ. പിന്മാതൽ നിയമനമായിരുന്നു. PS എഴുതാതെ പുള്ളി ജോലിക്ക് ഇരിക്കണത് മനസ്സിലാണോ? ഇപ്പൊ അതാണോ നിന്റെ പ്രശ്നം? എടാ ചില്ല് തകർത്താരെന്ന് പറ. അണ്ണന്റെ പറഞ്ഞ കേട്ട ഞാൻ താർത്ത പോലെയാണല്ലോ. ശമ്പളം കിട്ടാനുള്ള ആരെങ്കിലും തകർത്താണെങ്കിലോ? അങ്ങനെയാണ് എല്ലാ ഡിപ്പോയിലും പൊട്ടി കാണുമല്ലോ. ഇവിടെയാണ് ഉദ്ഘാടനമെങ്കിലോ ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കൂലേ? പോലീസ് പോലീസ് നമസ്കാരം സാറേ. ഇവിടെ ഇങ്ങനെ സംഭവം ആദ്യമായിട്ടാ. അതിന് അല്ല, സർക്കാർ ബസ്സല്ലേ പൊട്ടിച്ചനെ പിടിക്കണം സാറേ. അതിനാണല്ലോ ഞങ്ങളോട് വന്നിരിക്കണേ. അതെ, ഇത് കൗടി തരത്തിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇല്ല സാർ. ചോദ്യം ചെയ്യണം. ബസ്സിന്റെ ചില്ലുകളാണ് എറിഞ്ഞു പൊട്ടിച്ചിട്ടേക്കുന്നത്. ഇതൊന്നും മൂളിന്ന് വിളി വരും. ആരാ ചില്ല് പൊട്ടിച്ചേ? ബഹുവചനം വേണ്ട. ഒറ്റ എണ്ണത്തിന് വെറുതെ വിളിയാൻ എല്ലാത്തിനും വെക്കും. സാറേ, ഞങ്ങളെ KSRTC സ്റ്റാഫുകളാണ്. സ്റ്റാഫല്ലേ? ആ, അല്ലാണ്ട് KSRTC ഓണറൊന്നുമല്ല. അതല്ല, എനിക്ക് എല്ലാവരും സംശയമുണ്ട്. പുള്ളിക്ക് സ്വന്തം ഭാര്യ ഒരു സംശയമുള്ള ആളാണ് സാർ. ചില്ല് ഇത് മണത്ത് കഴിഞ്ഞാൽ ആരാന്നറിയാൻ പറ്റും. എനിക്കതല്ല ഡൗട്ട്. ഇനി കൽക്കണ്ട വന്ന് പറഞ്ഞ് പിള്ളേർ തിന്നു. പിന്നെ ഞാൻ
ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പൂട്ടും. ഈ ചില്ല് പൊട്ടിച്ചവനെ മണിച്ചിത്രായിട്ട് പൂട്ടും. എറിഞ്ഞവനും പൂട്ടും, കൂട്ടുന്നവനും പൂട്ടും, കൈവലം കിട്ട് പൂട്ടും. ചില്ല് പൊട്ടി ശബ്ദം ആദ്യം കേട്ടതാരാ? ഞങ്ങൾ കേട്ടില്ല. ഞങ്ങളല്ല സാർ. നിങ്ങളൊക്കെ പൊട്ടന്മാരാണ്. പൊട്ടന്മാരല്ല, പക്ഷെ ഞങ്ങൾ കേട്ടില്ല സാർ. കേട്ടില്ല? ഇല്ല. ഞങ്ങൾ ചായ കുടിക്കാൻ പോയ സമയത്താണ് സംഭവം നടന്നേക്കുന്നത്. അതെ സാർ. ഓഹോ, പ്രതിക്ക് കൃത്യം ചെയ്യാൻ അവസരമൊരുക്കി നിങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് മാറി കൊടുത്തു ഞാൻ പറഞ്ഞാൽ സാറിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും. കൊടുക്ക് സാർ. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രതിയെ കിട്ടണം, അത്രല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ CCTV. അവിടെ ഉണ്ട്, അതാണ്. ആഹാ, പേടിക്കണ്ട, പ്രതിയെ കിട്ടി കഴിഞ്ഞു. ഉറപ്പിച്ചോ? എടാ, പ്രതിയെ കിട്ടാം. ഇവിടെ വെച്ചില്ലെങ്കിൽ എവിടെ വെച്ച് വേണോ കിട്ടാം. പക്ഷെ നിന്നെ ഒരിക്കലും ഇവിടെ വെച്ച് പിടിക്കാൻ പാടില്ല. നിന്നെ നാട്ടുകാരെ മുന്നിട്ട് പിടിക്കണം. അത് എന്തിനാണ്? എടാ കോപ്പെ, നിന്നെ ഇവിടെ ഇട്ട് പിടിച്ചാൽ ആരറിയാൻ? ചാനലിൽ കൂടെ ആൾക്കാരെ അറിയില്ലേ? എടാ, നീ നാറിയത് നിന്റെ നാട്ടുകാരെ മുന്നിലല്ലേ? ആ, അപ്പം നമ്മൾ ഇവിടെ വെച്ച് പിടികൊടുത്ത ഒരു ഗുമ്മ് കാണൂല. നാട്ടുകാരുടെ മുന്നിലൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ കിട്ടി. ഒരു രക്ഷ. അത് വേണ്ടേ? ഓ, മനസ്സിലായി മനസ്സിലായി. മനസ്സിലായില്ലേ? യു ആർ വെരി ബ്രില്യൻ വൈശാഖ. യാ, നമുക്ക് ബസ്സിൽ പോവാം. ബൈക്ക് ഇവിടെ കിട്ടും. ടിക്കറ്റ് ആരെടുക്കും? നീ എടുത്താൽ അന്ന് ഒട്ടും താമസിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങാം. സ്വന്തം വകുപ്പിലെ 4 ബസ് സംരക്ഷിക്കാൻ പറ്റാത്ത ഇദ്ദേഹമാണോ നാട് സംരക്ഷിക്കാൻ നടക്കുന്നത്? ഇദ്ദേഹം മന്ത്രിയാണെന്ന് പറയുന്നത് നമുക്ക് ലജ്ജ തോന്നുന്നു. പറ്റില്ലെങ്കിൽ വേറെ പണിക്ക് പോകാൻ പറ. വൈശാഖ, നിന്റെ എക്സ്പീരിയൻസിൽ ഈ റിമാൻഡ് എത്ര ദിവസം വരും? 14 days. ഓ, അപ്പൊ 14 ദിവസത്തെ ഡ്രസ്സ് നമ്മൾ കരുതിയാൽ മതിയില്ലേ? കളർ ഡ്രസ്സ് ഇടാൻ പറ്റുമോ? നീ എന്താ ട്രിപ്പ് പോണ അവിടെ? ജീവിതം തന്നെ ട്രിപ്പല്ലേ വൈശാഖ? എൻജോയ്. ബസ്സിന് കല്ലെടുത്ത സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പ്രതിഷേധം അലയടിക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണത്? കണ്ടാടാ, നിന്റെ ഒറ്റ ഏരിയയിൽ കേരളം നിന്ന് കത്തുന്ന കണ്ടാ? കത്തട്ടെ, എല്ലാം കത്തി നശിക്കട്ടെ. ചരിത്രത്തിൽ നമ്മൾ 2 പേരുടെ പേരുകളും രേഖപ്പെടുത്തണം. നിന്റെ പേരും അതെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇല്ല, നിന്റെ പേരുണ്ട്. വിനോദ, വൈശാഖ, നിന്റെ പേരുണ്ട്. നിർബന്ധിക്കരുത്. ആ, ഇവനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് പുല്ല്. കേരളത്തിലെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? പ്രതിപക്ഷ നേതാവിനെ പണി പഠിപ്പിക്കണ്ട. പ്രതിയെ നമ്മളുടൻ കസ്റ്റഡിയിൽ എടുക്കും. മിടുക്കന്മാരായിട്ടുള്ള പോലീസുകാര് കേരള പോലീസിലുണ്ടല്ലോ. നിന്റെ നിപ്പും മട്ടൊക്കെ കണ്ടാ നീ ഏതാണ്ട് ഗൾഫിൽ പോകാൻ പോകുന്നതിലുണ്ടല്ലോ. ഇപ്പോ ഏതാണ്ട് ഇതൊരു ഗൾഫ് തന്നെയാണ് കേട്ടോ. എടുത്ത് പിന്നെ അനുഗ്രഹിക്കണം. വേണോ? വേണ്ട, ചപ്പാത്തി വേണ്ട, ഞാൻ കഴിച്ചു. വൈശാഖ, നീ പറഞ്ഞത് റിമാൻഡ് 14 ദിവസം ഒന്നല്ലേ? 14 ദിവസത്തെ ഡ്രസ് എടുത്തിട്ടുണ്ട്. 15ാമത്തെ ദിവസമായി കഴിഞ്ഞാ അവര് തരേണ്ടി വരും. ഓക്കെ, അത് നീ ഏറ്റോളണം. ജീപ്പല്ലേ? പിടിക്കടാ, ചെല്ലേ. എടുത്തേ മോൻ, ടാറ്റാ. ടാറ്റാ, ടാറ്റാ. അച്ഛാ, പോലീസ് ജീപ്പിന്റെ വട്ടം ചാട്. അച്ഛാ, അച്ഛൻ ചോറ് കഴിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കണേ പ്ലീസ്. വണ്ടി എടുത്ത്, വണ്ടി എടുത്ത്. ഈ പ്രതി ചേട്ടാ, ഈ പ്രദീപിന്റെ വീടേതാ? സാറേ, പുറത്ത് മുന്നോട്ട് ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു കള്ളലക്ഷണം മുന്നോട്ട് ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ. ഓ ശരി. ഒരുപാട് ആഗ്രഹിച്ച പ്രതി, പോലീസുകാർക്ക് രാജ കാണിക്കുന്നു. എന്നാലും അവരെന്താണോ പിടിക്കാതെ പോയത്? ഇതൊക്കെ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ. അന്ത് പിടിക്കാതെ പോയത്? എടാ, നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ട്രിവാൻഡ്രത്തിൽ ആ. മാവേലിക്കര വരെ എത്താൻ കുറച്ച് സമയം എടുക്കും. ഓ, നമുക്ക് അങ്ങാട്ട് പോയി കീഴടങ്ങിയാലോ? വെരി ഗുഡ് ഐഡിയ. ബസ് ആ സെക്ഷൻ്റെ വാങ്ങാം. ഉറപ്പായിട്ടും. ഓക്കെ. ഹലോ, റിപ്പോർട്ടർ ചാനലല്ലേ? 24 ന്യൂസ് അല്ലേ? ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലേ? ആ മുട്ട ഉണ്ടോ കേട്ടോ അവിടെ? അതെ, ഒറ്റ ഷോട്ട്സിൽ ന്യൂസ് വായിക്കുന്ന ഹാഷിലുണ്ടോ അവിടെ? അതൊക്കെ പറ. KSRTC ബസ്സിൽ കല്ലെറിഞ്ഞ പ്രതി ഇന്ന് കീഴടങ്ങും. ഇനി ഏത് ചാനലുണ്ട്? സഫാരി ചാനല്. 2 ഇന്റർവ്യൂ ചേട്ടാ, ചേട്ടനല്ലേ മറ്റേ വീഡിയോയിലുള്ള? ചേട്ടാ, ചേട്ടനെ സമ്മതിക്കണം. ചേട്ടാ, ഒരു സെൽഫി എടുത്തോട്ടെ. ഇല്ലില്ല. ഒരു സെൽഫി, ഒരു സെൽഫി. ഒന്ന് ചിരിക്കട്ടെ, ഒരു സെൽഫി. ഇതെന്താ ഫുൾ ഹിന്ദിക്കാരൊക്കെ ഉണ്ടല്ലോ? ഹിന്ദിയിൽ പിടികൊടുക്കേണ്ടി വരും ഇനി. എടാ, ഞാൻ വിളിച്ച ചാനലുകാരെല്ലാരും വന്നിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് കയറി പറയാൻ നീ എല്ലാം ചെയ്തേന്ന്. താങ്ക് യു വൈശാഖ. ഞാൻ അകത്ത് പോയി പിടികൊടുത്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സിസ്റ്റം ചേഞ്ച് ചെയ്തിട്ട് വരാം.
നീ ഇവിടെ റെസ്റ്റ് ചെയ്. ഓക്കെ ഓക്കെടാ? വിനോദേ, എന്താടാ? എടാ കുറച്ചുകൂടെ മാസാവും. കൗണ്ടർ അടിച്ച ശീലം മാസ് പിടിക്കാല്ലേ? വർക്കാണ്. മാസ് ഇതായിരിക്കും. ഈശ്വര, തോക്കിന് പിടിവെച്ചിടും. ഉയരോടെ വന്നാ മതിയായിരുന്നു.